ഇപ്പൊ വീഡിയോ ഇടലും കുറവായി, പിന്നെ റിപ്ലൈ തരാനും ഒക്കെ. സംഭവം ഞാൻ ഉത്സവവും പിന്നെ ചേട്ടൻ്റെ മാവൻ്റെ മരണവും അത് കഴിഞ്ഞിപ്പം ആ മരിച്ച സമയത്ത് തന്നെ ചടങ്ങിന് മുമ്പേ ചേട്ടൻ്റെ അച്ഛന് വയ്യാണ്ടായി, ശ്വാസം മുട്ടും എല്ലാം ചുമയും ഇപ്പോൾ കൂടി. അങ്ങനെ ഇപ്പം നമ്മളെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണേ. അവിടെ ഇപ്പം 3-4 ദിവസമായി. ഇന്നലെ ചേട്ടന്, ഞാൻ ഇന്നലെയും പോയി മെനഞ്ഞാന്നും പോയി. ഇന്നലെ ചേട്ടൻ അനിയൻ വീട്ടിൽ പോന്നു. അനിയനായിരുന്നു 3 ദിവസം നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ചേട്ടൻ ഇന്നലെ പോയി. ഇന്ന് വൈകുന്നേരം വരുമായിരിക്കും അടുത്ത. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അവന് സുഖം ഉറക്കമാണ് രാവിലെ. രാവിലെ കണ്ട ഡോഗ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ അണ്ണൻ്റെ വീട്ടിലെയാണ്. അവന് ഭക്ഷണവും എല്ലാം ഉണ്ട്. രാവിലെ ഒന്നീ അഴിച്ചുകൊണ്ട് ഓടിയതായിരിക്കും, അങ്ങനെ അഴിച്ചു വിടത്തില്ല, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ വിട്ടതായിരിക്കും. അല്ലാതെ അവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ കുഞ്ഞുവിൻ്റെ കാര്യമേ ഉള്ളൂ. ഇപ്പം വീടിൻ്റെ അടുത്തൊരു പിന്നെ ഒരു പൂച്ചയെ കൊണ്ടുവന്ന്, പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ട് വിട്ടിട്ടുണ്ടേ. അപ്പം 3 ദിവസമായി ഒരു കവറിൽ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ട് വിട്ടിട്ട് പോയത്. സംഭവം കുഞ്ഞുവിനിപ്പോൾ സമാധാനം പോയെന്ന് പറഞ്ഞാൽ മതിയല്ല. മെനഞ്ഞാന്ന് കണ്ടിട്ട് വന്നു. ഇന്നലെ നോക്കിയിട്ടും അതുങ്ങൾ അവിടെ തന്നെ ഇരുന്നപ്പോൾ അവൾക്ക് വിഷമം. ആരും ഭക്ഷണം കൊടുക്കാനൊന്നും ഇല്ലല്ലോ അമ്മ. അപ്പുറത്ത് ചേച്ചിയും എല്ലാവരും ഈ പറഞ്ഞതുപോലെ എവളെ പൂച്ചയുടെ അടുത്തോട്ട് പോയപ്പോൾ എവളെ ഓട്ടിച്ച്, നീ ഇനി ഇതിനെയും കൂടി വീട്ടിൽ എടുത്തോണ്ട് പോയി നിന്നെ നോക്കിക്കോ, നിനക്ക് വീട്ടിൽ ആവശ്യത്തിന് 4-5 പൂച്ച ഇല്ലേ. അവിടെ ചെന്ന് ഇവക്ക് സങ്കടം. അവിടെയുള്ള ചേച്ചി എല്ലാവർക്കും വിഷമം കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഏരിയയിലെല്ലാം നിറയെ പൂച്ചയുണ്ട്. ഇവിടെ എനിക്ക് 5 ഉണ്ട്. ഈ ഗേറ്റിൽ വെച്ചിട്ട് പോയ ചേച്ചിയുടെ ഉമ്മച്ചേച്ചിയാണ്, അവരെ വീട്ടിലും 5 പൂച്ചയുണ്ട്. അതും ആരോ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയതാണ്. ഇങ്ങനെ അല്ലെങ്കിൽ അവർക്ക് കളയണമെങ്കിൽ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോവാവോ. എനിക്ക് തോന്നുന്നു ആദ്യം ഒരു പൂച്ച ആരോ കൊണ്ട് വിട്ടത് ഇവർ തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ. ആ ഗേറ്റിൽ കൊണ്ടുവന്ന് കറക്റ്റ് ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ അത് 3 പൂച്ച കുഞ്ഞുങ്ങളെ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ട് കവറോടെ വെച്ചിട്ട് അങ്ങ് പോയി. പിന്നെ അവരൊന്നും അകത്ത് കയറ്റാൻ അവരെ വീട്ടിലും ഉണ്ട് 5-6 പിന്നെ എന്ത് ചെയ്യും? അപ്പം കുഞ്ഞുവിനിപ്പോൾ സമാധാനമില്ല. രാത്രി ആയപ്പോൾ മെനഞ്ഞാന്ന് വഴക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുപോയില്ല. ഇന്നലെ ആയപ്പം പഠിക്കാൻ പറഞ്ഞിട്ട് അവൾ പഠിക്കണില്ല. രാത്രി 9 മണിയായിട്ടും പഠിക്കണില്ല, പിന്നെ ഒന്നും കഴിക്കുകയില്ല. അവൾ പറഞ്ഞു എനിക്ക് ആ പൂച്ചയൊക്കെ വല്ലതും കൊടുക്കാതെ ഞാൻ കഴിക്കില്ല. എനിക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല, എനിക്ക് എപ്പോഴും ആ പൂച്ചയുടെ ഇത്. പിന്നെ ഞാൻ ആരും കാണാതെ കൊണ്ടുവന്ന് കൊടുത്തു. ആളുകൾ പറയും പിന്നെ ഇത് ഇവിടെ നിന്ന് പോവാതെ ഇവിടെ ഇരിക്കണത് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടെന്ന് ഒരിക്കൽ കുറേയൊക്കെ കേട്ടോണ്ട് ഒരു പേടി. ഇന്ന് ഞാൻ രാവിലെ ഒന്ന് നോക്കിയപ്പോൾ ഓരോരുത്തർ വന്ന് നോക്കണുണ്ട്. എന്നിട്ട് അവക്കും പൂച്ചയുണ്ട് 3-4 ഞാൻ എങ്ങനെ കൊണ്ടുപോകും ചേച്ചിന്ന്. ഭക്ഷണം കൊടുക്കാനും പേടി അവക്കും.